നിന്ന് വരുമ്പോൾ നൽമടി വ്യൂ പോയിന്റിലോട്ട് റൈറ്റിലോട്ടാണ് പോകണ്ടേ. അവിടെ ബോർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അങ്ങോട്ടേക്കുണ്ട്. ബാക്കി നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വിശേഷം. ഇതാണ് കേട്ടോ റൂട്ട് വരുന്നത്. കുറച്ച് കട്ടറും കൊണ്ടൊക്കെയുള്ള റോഡാണ് കേട്ടോ അവിടെ വരെ. ഇന്നലെ ഞാൻ പോയായിരുന്നു, അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല, സമയം ലേറ്റായി പോയി. അവിടെ ടിക്കറ്റ് വരുന്നത് 50 രൂപയാണ് അവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ടിക്കറ്റ് തരും. ഇതാണ് കേട്ടോ ടിക്കറ്റ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം അവിടെ ചെന്നിട്ടാവാം. സ്ട്രെയിറ്റ് പോയിരുന്നു. ഓക്കെ. ഇതാണ് കേട്ടോ റൂട്ട്. 10 മണിക്ക് കറക്റ്റാ இருக்குங்களா? ഈ മണ്ണിട്ട് വഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കല്ല് പതിച്ച വഴിയാണ് കേട്ടോ. ഈ കല്ല് പതിച്ച വഴി കൂടെ വേണം നമ്മളങ്ങോട്ട് പോവാൻ. നോക്കിയേ, അതാണ് കേട്ടോ മൂന്നാർ മലനിരകൾ. എത്ര വാട്ടർഫാൾസാന്ന് നോക്കിയേ. അതാ അങ്ങൊരു വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നു, അവിടെ ഒരു വാട്ടർഫാൾസ്, അവിടെ 3 വാട്ടർഫാൾസ്. അങ്ങ് ദൂരെ അതാ മേഘങ്ങൾ മൂടിയിട്ട് അതിൻ്റെ ഇടയിൽ നിന്നും കുറേ വാട്ടർഫാൾസ് കാണാം കേട്ടോ. നമുക്ക് ഫുള്ള് മേഘം മൂടിയൊക്കെയാണ്. വലിയ കൊക്കയാട്ടോ ഇത്. നൽമുടി വ്യൂ പോയിന്റ് നിന്നാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. ഇവിടുന്ന് ഏകദേശം 130 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ മൂന്നാറിലോട്ട് കാണാൻ. എല്ലാവരും ഇത് വന്ന് കാണണം കേട്ടോ, ആരും ഇത് മിസ് ചെയ്യരുത്. ഇത് കാണുമ്പോൾ ഒരു ഫീല് തന്നെയാണ് കേട്ടോ. ഇത് ചെറിയ വേഴാമ്പൽ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ പിന്നെ ഇൻഡസ്ട്രിയിൽ വെച്ച് വേലി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴോട്ട് വൻ കൊക്കയാണേ. ഇതിൻ്റെ അപ്പുറത്തോട്ട് ആരും കടക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ അതാ ആ വനത്തിൻ്റെ ഉള്ളിൽ കുറേ പാടി സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങ് ദൂരെയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ടേ. പിന്നെ അത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചികത്തോട്ടം, തേയിലത്തോപ്പ് ഒക്കെ കാണാം കേട്ടോ. എന്ത് ഭംഗിയാ. പിന്നെ അങ്ങോട്ടൊക്കെ മേലോട്ടൊക്കെ നമുക്ക് നടന്ന് പോകാവുന്നതാണ് കേട്ടോ. അവിടേക്കൊക്കെ വഴികളുണ്ട്. ഇതാണ് കേട്ടോ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന അവരുടെ ഫോറസ്റ്റ് ഓഫീസാണ്. എല്ലാവരും എന്തായാലും ഇത് വന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. ഒരു 6:30 ആകുമ്പോൾ വരികയായിരുന്നെങ്കിൽ നമുക്ക് ആ മേഘങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ എത്തിയപ്പോഴും കുറച്ച് ലേറ്റായിപ്പോയി. വെള്ളച്ചാട്ടത്തിൻ്റെ എരമ്പ് കേൾക്കാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബേക്ക് ഭാഗം. വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, തണൽ മരങ്ങൾ. പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇവിടെ ചൂടൊന്നുമില്ല. ഇതാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. എന്ത് വലിയൊരു കൊക്ക സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. മൂന്നാറൊക്കെ എന്താ അടുത്താണ്. 130 കിലോമീറ്റർ, 5 കിലോമീറ്റർ പോലെ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്. അത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ. അപ്പം ഞാനിവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. ഈ റോഡ് വളരെ മോശമാണ് കേട്ടോ. ഇങ്ങോട്ട് വരുന്ന റോഡേ ഫുള്ള് കുണ്ടും കുഴിയുമാണ്. മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം പിടിച്ച റോഡാണ്. മെല്ലെ വേണം വരണമെങ്കിൽ. ഇവിടെ ഒരു കട വരുന്നുണ്ട് കേട്ടോ, നല്ല കടയാണേ. പിന്നെ ഒരു ഓംപ്ലേറ്റ് ഫുഡ്. അപ്പം ഞാനൊരു പൊറോട്ടയും ഒരു ഓംപ്ലേറ്റാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ആംബിയൻസ് ആണ് കേട്ടോ. അപ്പോൾ പൊറോട്ട നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ വരുന്നവരെല്ലാവരും അണ്ണാൻ്റെ കടയിൽ കയറുക, കഴിക്കുക കേട്ടോ. അടിപൊളി, നല്ല സ്മൂത്താണ് കേട്ടോ, നല്ല സ്മൂത്താണ്. ഇത് ഇവിടെ തന്നെ അണ്ണൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അത് അടിപൊളി.
നല്ല സാളനുണ്ട്. ഇതാണ്ടോ സാളന. അപ്പം ഞാനിത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തിരിപ്പുണ്ട് കേട്ടോ. ഒരു പാവാണ് കേട്ടോ ആള്. അപ്പോൾ ആളപ്പോൾ ഇവിടെ ഏതൊരു പയ്യന് പുലി പിടിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരികയായിരുന്നു കേട്ടോ. നല്ല സ്വഭാവമാണ്. നല്ല പൊറോട്ടയും നല്ല ഓംപ്ലേറ്റുമാണ് കേട്ടോ. എല്ലാവരും വരുമ്പോൾ ഒന്ന് കയറണം, കഴിക്കണം. അപ്പോൾ ചേട്ടന് എന്നോട് പൈസ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ നിർബന്ധിച്ച് കൊടുത്തതാണേ, നിർബന്ധിച്ച് കൈ കൊടുത്തതാണ്. പുള്ളി വാങ്ങുന്നില്ല പൈസ. അപ്പോൾ ഇങ്ങനെ ഒരാളെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ അല്ലേ. ഞാനീ കടയിൽ വന്നപ്പോൾ എനിക്കത് മനസ്സിലായി കേട്ടോ. പുള്ളീൻ്റെ പെരുമാറ്റം നല്ല പെരുമാറ്റമാണ് കേട്ടോ. പാവം, പൈസയൊക്കെ വേണ്ടെന്നൊക്കെ പറയുക. എന്നാൽ ശരിയാണ്. ഇപ്പം നമുക്കെന്നാൽ അടുത്ത ട്രിപ്പിലോട്ട് പോവല്ലേ. ഇനി നേരെ സോളർ ഡാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അണ്ണൻ. ഇതാണേ തിണ്ടിൻ്റെ മേലെ കേട്ടോ കട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അണ്ണ പോവാണ്. എന്നപ്പോൾ നമുക്ക് പോവല്ലേ. അങ്ങോട്ടൊക്കെ കോട കൂടിയിട്ടോ, ഫുള്ള് കോട മൂടിയിട്ടുണ്ട്. ഒരക്കതാ ഇങ്ങ വേല പണ്ട